നമസ്കാരം. ഇന്ന് 16 ഏപ്രിൽ 2026. ഇത് ഞാൻ കൊപ്പത്തിൻ്റെ കടയിലേക്ക് പുറപ്പെട്ടേക്കാണ്. അപ്പോൾ 4 മണിക്കൂറിൽ 4 ലിറ്റർ അരച്ച മരുന്നിൽ ഏത് ക്യാൻസറും അരഭാഗം തളർന്നതും ഷോക്ക് വന്നവരും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കൂടിയ ചിലവാണ് കേട്ടോ. ചിലവ് കുറഞ്ഞത് അര ഗ്ലാസ് മരുന്നിന് 1000 രൂപക്കുള്ള അറ്റാക്കിൻ്റെ മരുന്നുണ്ട്. ഈ അര ഗ്ലാസ് ഈ മരുന്നിന് നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് പോയാൽ 2.5 കോടി രൂപ ചിലവഴിക്കേണ്ടി വരും. 2.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ സാധനങ്ങളുടെ നിലവിൽ ഇപ്പോഴത്തെ ചുറ്റുപാടുള്ളത്. അപ്പോൾ ഏത് നട്ടെല്ല് പറഞ്ഞാലും ഏത് കോമോ സ്റ്റേജിലുള്ള ആളുകളായാലും ഇന്ന് നിലവിലുള്ള ആശുപത്രിക്കാർ മരുന്ന് തരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു അച്ഛനും മക്കളെ രോഗം മാറ്റുന്നില്ല, ഒരു മക്കളും അച്ഛൻ്റെയും അമ്മയുടെയും രോഗം മാറ്റുന്നില്ല. അതിനാവശ്യക്കാരനെ ചെയ്യില്ല. അച്ഛനെ കൊല്ലാൻ അല്ലെങ്കിൽ മക്കളെ കൊല്ലാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പുഴയിൽ കൊണ്ടുപോയി എറിഞ്ഞു കളയുന്ന പോലെയാണ് ചെയ്യുന്നത്. 100% തട്ടിപ്പ്. ഇപ്പോൾ ഗൂഗിളിനോടൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പല തവണ വീഡിയോ പോസ്റ്റ് ചെയ്തു, അതുപോലെ പോസ്റ്റർ എഴുതി പോസ്റ്റ് ചെയ്തു എന്ന കുറ്റം പറഞ്ഞിട്ടാണ് എൻ്റെ മുഴുവൻ ഇമെയിൽ ഐ ഡികളും ഗൂഗിൾ ഐ ഡികളും കട്ട് ചെയ്ത് ഞാൻ അവരോട് ശക്തമായിട്ട് നേരിട്ടു. പൊതുജനങ്ങളുടെ സാധനത്തിൽ ഇവിടുത്തെ മതപണ്ഡിതന്മാർ, ഇടതുപക്ഷ സമ്പ്രദായങ്ങൾ, UDF സമ്പ്രദായങ്ങളൊക്കെ മോശം പ്രവർത്തിച്ചതിൻ്റെ ഫലം മറ്റുള്ളവരിലേക്ക് നടന്നു കയറി വരുന്നു. അത് വലിയ പ്രശ്നത്തിലേക്ക് കാരണം വരും. ഇത് ഞാൻ ഗൂഗിളിനോട് സംസാരിച്ചു. അതിലേക്ക് കടുത്ത പ്രതിഷേധങ്ങൾ വരാൻ ഇടയുണ്ട്. അത് ഇടകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മതപണ്ഡിതന്മാർക്ക് വലിയ ക്ഷീണം വരും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇന്ത്യ രാജ്യത്ത് പോലീസ് സംവിധാനമില്ല, ജുഡീഷ്യൽ സംവിധാനമില്ല എന്നാണ് ഞാൻ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2016 എനിക്ക് വന്നിട്ടുള്ള, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ നാശം ചെയ്തിട്ടുള്ള എൻ്റെ വീടടിച്ച് പൊളിക്കൽ ഉൾപ്പെടെ നാശനഷ്ടം ഞാനൊരു കല്യാണ പരസ്യമായിട്ടിട്ടുള്ളൂ. അതിൽ പെണ്ണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് പകരമാണ് ഇവർ കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് അശീലങ്ങൾ കയറ്റി തയ്യാറാണ് ചെയ്ത്. എന്നിട്ട് ഇത്രയേറെ ഊന്യാസം പറയുന്ന ഈ മതപണ്ഡിതന്മാർക്കും ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റാത്ത എന്ത് പൂറ്റിലെ കോടതികളാണ് ഈ നാട്ടിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് പൂറ്റിലെ പോലീസ് സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്നും ഇത് ഞാൻ ഗൂഗിളിനോട് ചോദിച്ച ചോദ്യമാണ്. മാത്രമല്ല, ഇത് വേൾഡിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ടാക്കുക സാധനം. ഇപ്പോൾ അമേരിക്കയിലും ഇസ്രായേലിലും നടക്കുന്ന യുദ്ധം പോലെയല്ല. ഇത് കയറി പിടിച്ചാൽ മുസ്ലിം മതപണ്ഡിതന്മാർ ചൂഷണം ചെയ്യപ്പെടും, വളരെ നന്നായിട്ട് ചെയ്യപ്പെടും. കാരണം തമ്മാടിത്തരമാണ് ഇവർ ചെയ്തത്. അതിന് ഞാൻ അവർക്ക് കൊടുത്ത പ്രതിഫലം എന്താണെന്ന് അറിയണ്ടേ? അതറിയണം നിങ്ങൾ. അതായത് കൂട്ടത്തോടെ വീട്ടിൽ ഫുള്ളായിട്ട് 4 പുറത്തും പൂട്ട ഉള്ളിലേക്ക് ബോംബറിഞ്ഞ് കൊന്നുകളയാണ്. കാരണം നിങ്ങൾ സ്വർഗം കിട്ടുമെന്ന് കണക്കാക്കണ്ട. സ്വർഗത്തിലൊന്നും കിട്ടില്ല. നിങ്ങൾ തമ്മാടിത്തരം ചെയ്തുകൊണ്ടാണ്. മതപണ്ഡിതന്മാർ കേൾക്കണം, നിങ്ങൾ തമ്മാടിത്തരം ചെയ്തുകൊണ്ടാണ്. ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരാൻ കഴിയില്ല. കാരണം നിങ്ങളിൽ ഒരാൾ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ ചർച്ച ചെയ്യാമായിരുന്നു. നിങ്ങളുടെ മുന്നിൽ വേദനപ്പെട്ടവൻ്റെ വേദന നിങ്ങൾ അറിയുമായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളെ നോക്കിയിട്ട് ഇവിടുത്തെ BJP-കാരും പഠിക്കുന്നു. നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടില്ല. എനിക്ക് പല ആളുകളും നോക്കുന്നുണ്ട്. 40 ലക്ഷം രൂപ കൊടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മിഷൻ ശരീരത്തിൽ കയറ്റി വെച്ചിട്ട് 6 മാസം ജീവിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ തെറ്റാണ്. ഇതൊക്കെ കംപ്ലീറ്റ് തെറ്റാണ്. ഓരോരുത്തരുടെ കഴിവ് ഓരോ തരത്തിലുണ്ട്. ബാർബറുടെ കഴിവല്ല കൃഷിക്കാരൻ്റെ കഴിവല്ല പെയിൻറ്ററുടെ കഴിവല്ല മെക്കാനിക്കൽ. ഇതൊക്കെ നിങ്ങൾ ശരിക്കും നോക്കണം. അപ്പോൾ കടലാസിൽ എഴുതി പഠിച്ചുകൊണ്ടല്ല കാര്യം. നിങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്താണോ ചെയ്ത് അതിലാണ് കാര്യം. അപ്പം മതപണ്ഡിതന്മാർ നുണയാണ് എല്ലാവരെയും പ്രചരിപ്പിക്കുന്നത്. വയലിൽ പറയുന്നത് കംപ്ലീറ്റ് നുണയാണ്. മതം പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ് നുണയാണ്. അല്ലാതെ തെളിയിക്കാൻ നിങ്ങളുടെ അടുത്ത് രേഖ ഉണ്ടെങ്കിൽ അതിട്ട് കൊണ്ടുവരാം. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. കാരണം അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പോലും അധികാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തും അതിൻ്റെ പോറ്റില കുറുകാനാണത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കർശനമായിട്ടാണ് പറയുന്നത്. വെറുതെ പറഞ്ഞതൊന്നുമല്ല, ഒരുപാട് കാലത്തെ ജീവിതാനുഭവമാണ്. അപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് ഇത്ര നന്നായിട്ട് പറഞ്ഞിട്ടും ഈ കണ്ട പരിശോധനയിൽ വന്നിട്ടും അത് അംഗീകരിക്കാൻ അവർ തയ്യാറില്ലെങ്കിൽ അത് കംപ്ലീറ്റ് അടിച്ചു പൊളിക്കേണ്ടതാണ്. മുസ്ലിം മതപണ്ഡിതന്മാർ എവിടെ കൂടി നിൽക്കുന്ന പുറത്തുനിന്ന് ഡോറ് കംപ്ലീറ്റ് ലോക്ക് ചെയ്യുക, 4 പുറത്തും ഏറ്റവും വലിയ ബന്ധവസ്ഥ അതിൻ്റെ ഉള്ളിൽ നന്നായി ബോംബ് കത്തിച്ചിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചു കളയണം. കാരണം ഇതെൻ്റെ സ്വന്തം തീരുമാനമാണ്. കാരണം ഇത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത്രയും മോശമാണ് മുസ്ലിം മതപണ്ഡിതർ. ഒരെണ്ണത്തിന് വിവരമില്ല എന്നുള്ളതാണ്. ഒരു നായിനും വിവരമില്ല. മുസ്ലിം പണ്ഡിത സ്ഥാനം നടക്കുന്ന ഒരു സമസ്തക്കും ഒരു ലീഗിനും ഒരു നേതാവിനും വിവരമില്ല. പോലെ നായകൾ